ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരുന്നത് സഭ, കർത്താവിൻ്റെ സഭയെക്കുറിച്ചാണ്. ഈ സഭ എന്തൊക്കെ ചെയ്യണം, എന്താണ് സഭയുടെ അടയാളങ്ങൾ, സഭയുടെ കടമകൾ എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു സഭ നടത്തപ്പെടേണ്ടത് എങ്ങനെയാണ്, സഭയുടെ ഓരോ അവയവങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെടുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഇന്ന് പലപ്പോഴും സഭകൾ മാനേജ് ചെയ്യപ്പെടുന്നത് മാനുഷികമായ ബുദ്ധി കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് പറഞ്ഞത് ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ്. അപ്പം കർത്താവ് പണിയണം സഭയെ. നമുക്കൊരു സഭയെ പണിയാൻ സാധിക്കത്തില്ല. നമുക്ക് സുവിശേഷം പറയാൻ മാത്രമേ കഴിയുള്ളൂ. സുവിശേഷം പറഞ്ഞ് വിശ്വസിക്കുന്നവരെ അവർ കൂടിച്ചേരുമ്പോൾ അത് ഒരു അസംബ്ലി ആയിട്ട്, ഒരു കൂട്ടായ്മയായിട്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടമായി, വേർതിരിക്കപ്പെട്ടൊരു കൂട്ടമായി മാറുകയും ആ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശുശ്രൂഷകരെ എഴുന്നേൽപ്പിച്ച് കർത്താവിൻ്റെ ആത്മാവിനാൽ ആ സഭ നടത്തുകയും വേണം. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പം സഭ പണിയുന്ന കർത്താവാണ്, ആളുകളെ കൂട്ടിവരുന്ന കർത്താവാണ്. ദൈവം നൽകുന്ന കൃപാവരങ്ങൾ അനുസരിച്ച് മാത്രമേ നമുക്ക് അവിടെ ശുശ്രൂഷിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന ഒരു ചർച്ചിൻ്റെ മുഴുവൻ അതോറിറ്റിയും ചില ആളുകളിൽ നിക്ഷിപ്തമാകുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു ചർച്ചിലൊരു പാസ്റ്റർ എന്ന് പറയുന്ന ആൾ അവിടുത്തെ എല്ലാമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ചർച്ചുകളിൽ വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാം. അവിടെ സാധാരണ മനുഷ്യർക്ക് യാതൊരു റോളുമില്ല, വിശ്വാസികൾക്ക് യാതൊരു റോളുമില്ല. പണ്ട് കാത്തലിക് ചർച്ചിലും യാക്കോബ ചർച്ചിലൊക്കെ പോയി വെറുതെ നിന്നിട്ട് പോരുന്ന പോലത്തെ തന്നെ ഒരു അവസ്ഥയാണ്. കാരണം അവിടുത്തെ വേറൊരാളുടെയും കൃപാവരം അവിടെ ബഹുമാനിക്കപ്പെടുന്നില്ല. ഒരൊറ്റയാളുടെ മാത്രം കൃപാവരങ്ങളാലാണ് ആ സഭ നടക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം അസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതൊരു ദൈവസഭയുടെ ലക്ഷണമല്ല. ദൈവസഭയിൽ അനേകം അവയവങ്ങൾ കൂടിച്ചേർന്ന് ക്രിസ്തു തലയായ ഒരു ശരീരമാണ്, ഒരു ഓർഗാനിസമാണ് ഓരോ ലോക്കൽ സഭയും. അപ്പോൾ ഓരോ ലോക്കൽ സഭയിലും കൃത്യമായ കൃപാവരങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന അവയവങ്ങൾ ഘടിപ്പിക്കപ്പെട്ട് ഒരു പൂർണ്ണ രൂപത്തിലൊരു മനുഷ്യനായി കാണപ്പെടുന്ന രീതിയിലാണ് സഭ രൂപപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഭയിൽ ഓരോ അംഗത്തിനും ദൈവം തന്നിരിക്കുന്ന ഓരോ റോളുണ്ട്. ഒരു റോളും ഇല്ലാത്ത ഒരവയവവും ഒരു ശരീരത്തിൽ ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സഭയിൽ നിങ്ങൾക്കൊരു റോളുണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പാസ്റ്റർ എന്ന് പറയുന്ന ആ ഒരൊറ്റ റോളിലേക്ക് ബാക്കി എല്ലാ അധികാരങ്ങളും ചെല്ലുന്നത് കൊണ്ട് ഒരു സഭയിലെ പല അവയവങ്ങൾക്ക് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ബൈബിൾ കോളേജ് പഠനമൊക്കെ കഴിഞ്ഞിട്ട് ആന്ധ്രാപ്രദേശിൽ മിഷണറിയായിട്ട് പോയ കാലത്ത് എൻ്റെ ചിന്ത ഞാനെല്ലാം ചെയ്യണം എന്നായിരുന്നു. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അപ്പോൾ അങ്ങനൊരു ഔട്ട്ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം അവിടെ ആളുകളെ സുവിശേഷം പറയുക, ആളുകൾ കൂടി വരിക, സഭ ഉണ്ടാവുക. സഭ ഉണ്ടായിക്കഴിയുമ്പോൾ അവിടെയുള്ള എല്ലാ ശുശ്രൂഷകളും എൻ്റെ മേൽനോട്ടപ്പോൾ എൻ്റെ സഭയാണല്ലോ, എൻ്റെ മിഷനാണ്, അങ്ങനെ ചിന്ത എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ചെന്നു, വർഷങ്ങളവിടെ വർക്ക് ചെയ്തു. 2007 ആയപ്പോഴേക്കും ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ടായി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 2011 ആയപ്പോഴേക്കും ഞങ്ങളുടെ അവിടെ ഒരു സഹോദരൻ വന്നിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഷെയ്സ് ബ്രദറിന് ശരിക്കും എന്തിനാണ് ദൈവം വിളിച്ചതെന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഏത് ഗിഫ്റ്റാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്? എന്നെ ഒരു ഇടയനായിട്ടാണോ, ഉപദേഷ്ടാവായിട്ടാണോ, സുവിശേഷകനായിട്ടാണോ? എന്താണ് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റ്? വേണമെങ്കിൽ എല്ലാം ചെയ്യാം, നമുക്ക് എല്ലാ പരിപാടിയും ചെയ്യാം, അഡ്മിനിസ്ട്രേഷനോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കുറച്ചൊക്കെ സാമാന്യബോധം എല്ലാവർക്കും ഉണ്ടല്ലോ. പക്ഷേ ദൈവം സ്പെസിഫിക്കായിട്ട് എന്നോട് ആവശ്യപ്പെട്ടിരുന്നത് ഉപദേഷ്ടാവായിട്ട് വചനം പഠിപ്പിക്കാനാണ്. അത് ഞാൻ ആ സമയത്താണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വേറെ കാര്യങ്ങളിൽ ഞാൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് അതിനുള്ള കൃപാവരമുള്ള അവയവങ്ങൾ അത് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ കൃപാവരങ്ങളുമുള്ള അവയവങ്ങൾ, അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എൻ്റെ കോളിങ്ങിൽ ഞാൻ ശ്രദ്ധിച്ചാൽ മാത്രമേ ദൈവം പണിയുന്നൊരു സഭ ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ പണിയുന്ന സഭയായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ തന്നെ പാസ്റ്റർ, ഞാൻ തന്നെ പ്രോഫറ്റ്, ഞാൻ തന്നെ ഇവാഞ്ചലിസ്റ്റ്, ഞാൻ തന്നെ ടീച്ചർ, അങ്ങനെ വന്നു കഴിയുമ്പം ഈ സഭ പണിയുന്നത് ഞാനാണ്. എന്നാൽ അതേ സമയത്ത് എന്നെ ദൈവം ഏൽപ്പിച്ച കൃപാവരങ്ങൾ മാത്രം ആണ് അവിടെ പ്രയോജനപ്പെടുന്നത്. ടീച്ചർ, ഉപദേഷ്ടാവ്, അല്ല വചനം വ്യാഖ്യാനിക്കാനുള്ള വരം. അപ്പോൾ അത് മാത്രം ഞാൻ നോക്കുകയാണെങ്കിൽ ഇടയ ശുശ്രൂഷയ്ക്ക് വരമുള്ളവർ, ഇന്ന് ആ ഒരു പാറ്റേൺ അല്ല നമ്മുടെ സഭകളിൽ കാണുന്നത്. ഇടയ ശുശ്രൂഷയ്ക്ക് കൃപാവരമുള്ളവർ, ആ കോളിംഗ് ഉള്ളവർ, സുവിശേഷം പറയാൻ കോളിംഗ് ഉള്ളവർ, അങ്ങനെയുള്ളവർ അസംബ്ലി ഓരോരോ അവയവങ്ങൾ ഒരു സഭയോട് കണക്ട് ചെയ്യപ്പെടുമ്പോൾ അത് ദൈവം പണിയുന്ന സഭയായിട്ട് മാറും. അപ്പോൾ ദൈവം പണിയുന്ന സഭയായിട്ട് മാറിക്കഴിഞ്ഞാൽ ഉള്ള വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മിനിസ്ട്രി ആണ് എൻ്റെ പരിപാടി, വേറൊരാളുടെ മിനിസ്ട്രി എൻ്റെ പരിപാടിയല്ല. അപ്പോൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ ഐക്യതയുള്ളവരും സ്നേഹമുള്ളവരുമായി ദൈവം പണിയുന്ന സഭ എന്ന് പറയുന്നത് കൃപാവരങ്ങളാൽ ദൈവത്തിൻ്റെ അധികാരവും ശക്തിയും ഉപയോഗിച്ച് പണിയുന്ന സഭകളാണ്. ഇങ്ങനെയുള്ള സഭകളെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും, ദൈവത്തിന് വളരെയധികം
ഈ പ്രയോജനപ്പെടുത്താൻ ഈ സഭകളെ കൊണ്ട് സാധിക്കും. പക്ഷേ മനുഷ്യൻ തലയായി വരുന്ന സഭകൾ, അതായത് ഒരു മനുഷ്യൻ തന്നെ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്ന സഭകൾ ശുഷ്കിച്ച് മരവിച്ച് അത് ദ്രവിച്ച് ഇല്ലാതായിത്തീരും. പ്രിയ സഹോദരങ്ങളെ, പല ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ കയ്യിൽ അധികാരം കൊടുത്താലേ വഴക്കുണ്ടാകാതെ പ്രശ്നങ്ങളുണ്ടാകാതെ ഈ സഭ മുമ്പോട്ട് പോവുകയുള്ളൂ എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സഹോദരങ്ങൾ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സഭ ദൈവം പണിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ എവിഡൻസ് ആ സഭയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ടാകാം, പക്ഷെ പിണക്കമോ വഴക്കോ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു സഭയെ നടത്തി കഴിഞ്ഞാൽ മാനുഷികമായ ഭിന്നാഭിപ്രായങ്ങൾ അവിടെ ഇല്ലാതെ ഒരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അവർ തമ്മിലുള്ളൊരു വെറുപ്പിലേക്ക് അത് പോകാതെ അത് സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ പ്രാക്ടീസ് അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ 7-8 വർഷമായിട്ട് അടിസ്ഥാനപരമായ ഇത് സ്ഥാപിച്ച സഹോദരങ്ങൾ തമ്മിൽ ഇന്നേ വരെ യാതൊരു അഭിപ്രായ വ്യത്യാസമോ വഴക്കോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. അതൊരു വലിയ കാര്യമാണ്. കാരണം ദൈവം അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം അവരവർ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ എന്നെ എന്ത് ശുശ്രൂഷയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഞാൻ ക്രോസ് ചെയ്തത്. ഇപ്പം ഞാനൊരു ഇടയ ശുശ്രൂഷയായി വിളിക്കപ്പെട്ട ആളാണെങ്കിൽ എനിക്ക് വചനം ഉപദേശിക്കാൻ അത്രയും കഴിവുണ്ടാകണമെന്നില്ല. അതൊരു വചനം ഉപദേശിക്കുന്ന ആളെ നോക്കി അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അയാളെ ഭയപ്പെട്ടിട്ടും കാര്യമില്ല. ഈ വചനം ഉപദേശിക്കുന്ന ആൾക്ക് ഇടയനാകാൻ പറ്റത്തില്ല. ഇടയനും പ്രസംഗിക്കാൻ പറ്റും, വചനം ശുശ്രൂഷിക്കുന്നവർക്കും മെൻ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ അവരവരല്ല ദൈവത്തിൻ്റെ കൃപാവരം അനുസരിച്ച് ചെയ്യുമ്പോഴാണ് ഏറ്റവും മനോഹരമാകുന്നത്. അപ്പോൾ വേറൊരാൾക്ക് സ്പേസ് കൊടുക്കാനും വേറൊരാളുടെ കൃപാവരത്തെ ബഹുമാനിക്കാനും നമുക്ക് പറ്റിയെങ്കിൽ മാത്രമേ ഒരു സഭയിൽ എല്ലാ നിറവുകളുമുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ പണിയപ്പെടുന്ന ഒരു സഭ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു കാര്യം പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ഈ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന കഴിവുകൾ നോക്കിയാണ്. അയാൾക്ക് പ്രസംഗിക്കാൻ നല്ല കഴിവുണ്ട്, അയാൾ ഉപദേഷ്ടാവായിരിക്കും. അങ്ങനെയല്ല, അത് കൃപാവരങ്ങളാണ് ഓരോരുത്തരെയും വേർതിരിക്കേണ്ടത്, കഴിവുകളല്ല. ഈ കൃപാവരങ്ങളാൽ തന്നെ വേർതിരിക്കപ്പെടണം, കഴിവുകളാലല്ല. അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരു സഭ നടത്തപ്പെടണമെങ്കിൽ അവിടെ കറക്റ്റ് പ്രീച്ചിങ് ഓഫ് ദ വേർഡ് ഉണ്ടായിരിക്കണം. അതായത് ദൈവത്തിൻ്റെ വചനം കൃത്യമായി, ക്രൂശിൻ്റെ വചനം, നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമായ ക്രൂശിൻ്റെ വചനം പ്രസ്താവിക്കപ്പെടുന്ന ഒരു സഭയിൽ മാത്രമേ അവനവൻ്റെ ടാലൻറ്റുകൾ മരിച്ചിട്ട് ദൈവത്തിൻ്റെ ഹിതത്തിനും കൃപയ്ക്കും കൃപാവരത്തിനുമായി കാത്തിരിക്കുന്ന ജനം ഉണ്ടാവുകയുള്ളൂ. ഈ ക്രിസ്തു ഉയർത്തപ്പെടാത്തൊരു സഭയിൽ എപ്പോഴും മനുഷ്യരുടെ താലന്തുകളാണ് ഉയർത്തപ്പെടുന്നത്. എന്നാൽ ക്രിസ്തു ഉയർത്തപ്പെടുന്ന ഒരു സഭയിൽ മനുഷ്യൻ്റെ താലന്തുകൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ കൃപയാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ താലന്തുകളിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയിലേക്ക്, മനുഷ്യൻ്റെ ടാലൻറ്റുകളിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയിലേക്ക് ഉള്ള ഒരു യാത്ര ഇവിടെ വളരെ പ്രധാനമാണ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ഒരു ഉപമയുണ്ട്. ഒരു മനുഷ്യൻ ദൂരദേശത്ത് വ്യാപാരത്തിനായി പുറപ്പെട്ടപ്പോൾ തൻ്റെ കുടിയാന്മാരെ, വേലക്കാരെ വിളിച്ചിട്ട് ഒരാൾക്ക് 5 താലന്ത്, വേറൊരാൾക്ക് 2 താലന്ത്, വേറൊരാൾക്ക് 1 താലന്ത് വെച്ച് കൊടുത്തിട്ട് അദ്ദേഹം പോയി. അവിടെ എഴുതിയിരിക്കുന്നത് തൻ്റെ ധനത്തിൽ നിന്നാണ്, അതായത് തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു ദൂരദേശത്തേക്ക് പോയത്, സ്വർഗത്തിലേക്ക് പോയത് സഭയിൽ അവൻ്റെ ധനം കൊടുത്തിട്ടാണ്. അതല്ല നമ്മൾ ഉണ്ടായപ്പോഴേ പാട്ട് പാടാൻ കഴിവുള്ള ആ കഴിവല്ല ദൈവത്തിന് വേണ്ടത്. കർത്താവ് ദൂരദേശത്ത് വ്യാപാരത്തിന് പോയപ്പോൾ, അതായത് സ്വർഗത്തിലേക്ക് പോയപ്പോൾ, വ്യാപാരത്തിന് പോയപ്പോൾ ഉദ്ദേശിച്ച് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ഈ സഭയ്ക്ക് കൊടുത്തിട്ട് പോയ ധനം അത് ദൈവത്തിൻ്റെ കൃപാവരങ്ങളാണ്. ഈ കൃപാവരങ്ങൾ കുഴിച്ചിടപ്പെടാൻ ഇന്ന് അനേകം വിശ്വാസികൾ നിർബന്ധിതരായിരിക്കുകയാണ്. കാരണം അവർക്ക് അതിനുള്ള യാതൊരു അവസരങ്ങളുമില്ല. ഒരാൾ സാക്ഷ്യം പറയാൻ പോലും ഇന്ന് പല സഭകളിൽ അവസരമില്ല. കാരണം സാക്ഷ്യം പറയുന്നത് മഹാബോറാന്ന് എല്ലാവരും പറയുന്നത്. ഒരു വിശ്വാസി എഴുന്നേറ്റ് സാക്ഷ്യം പറയുമ്പോൾ വേറൊരു വിശ്വാസിക്ക് ഇഷ്ടമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപാവരങ്ങളാൽ പണിയപ്പെടണമെങ്കിൽ കർത്താവ് നമുക്ക് തന്ന താലന്തുകൾ, ഈ താലന്തെന്ന് പറയുന്നത് ടാലൻ്റ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഇൻബോൺ, നമ്മൾ ജനിക്കുമ്പോഴേ നമുക്ക് കിട്ടിയ ടാലൻ്റാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതങ്ങനെയല്ല. ദൈവം നമുക്ക് തരുന്ന കൃപാവരങ്ങളെയാണ് അവിടെ ടാലൻറ്റുകൾ എന്ന് പറയുന്നത്. വിനിമയം ചെയ്യാൻ വേണ്ടി നമുക്ക് ദൈവം തരുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മൾ നേരത്തെ ഒരിക്കൽ ഒരു ക്ലാസ്സിൽ ഇത് വ്യക്തമാക്കിയതാണ്. അപ്പോൾ അങ്ങനെ പണിയപ്പെടുന്ന സഭകൾ ഭയങ്കര പവർഫുള്ളായിരിക്കും. എൽഡർമാരാൽ, അതായത് കൃപാവരങ്ങളുള്ള എൽഡർമാരാൽ, വെറുതെ ചുമ്മാ കുറച്ച് പേരെ എൽഡർമാരാക്കുക, അല്ലെങ്കിൽ പൈസ ഉള്ളവരെ പിടിച്ച് സെക്രട്ടറി ആക്കുക, ആ പരിപാടിയല്ല. അതായത് കൃപാവരങ്ങളുള്ളവരെ സഭ കണ്ടെത്തുകയും അവർക്കായി സഭ കാത്തിരിക്കുകയും, ശുശ്രൂഷ ഉള്ളവർക്കായി സഭ കാത്തിരിക്കുകയും അവരെ നിയോഗിക്കുകയും അവരുടെ ശുശ്രൂഷകൾക്ക് എല്ലാ അവസരം ഒരുക്കുകയും ചെയ്യുന്ന ഒരു പിതൃസ്ഥാനത്തേക്ക് ഇന്നത്തെ ശുശ്രൂഷകർ വരേണ്ടത് ആവശ്യമാണ്. ഇന്ന് സഭയിൽ കൃപാവരങ്ങളുടെ അപര്യാപ്തത വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ന് പലപ്പോഴും പെന്തക്കോസ്ത് സഭകൾ പ്രത്യേകിച്ച് ഞങ്ങൾ കൃപാവരങ്ങളാൽ നടത്തപ്പെടുന്നവരാണെന്നും വചനം പ്രസംഗിക്കുന്നവർ എന്നെപ്പോലെ ഈ വചനം പ്രസംഗിക്കുന്നവരെല്ലാം ബ്രദറൻ മൈൻഡുള്ളവരാണെന്നും വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇന്നിവിടെ ഉണ്ട്. പ്രിയ സഹോദരങ്ങളെ, ശരിക്കും സഭയുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ശുശ്രൂഷ വരങ്ങൾ ഉള്ള ആളുകൾ ഇല്ല എന്നുള്ളതാണ്. ഇന്ന് കോളിംഗ് ഉള്ളവരുണ്ട്,
കോളിംഗ് ഉള്ളപ്പോൾ ഒരു ബൈബിൾ കോളേജിൽ പോകുന്നു, അവിടെ നിന്ന് ഒരു സിസ്റ്റമാറ്റിക് ട്രെയിനിങ് ലഭിക്കുന്നു. ഈ ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെല്ലാം പാസ്റ്റേഴ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് സുവിശേഷകരുണ്ടാകാത്തത്, എന്തുകൊണ്ടാണ് ഉപദേഷ്ടാക്കന്മാരുണ്ടാകാത്തത്? വളരെ കുറച്ചാണ് അവരുണ്ടാകുന്നത്. കാരണം അവർക്ക് ഈ ഒരു ഫീൽഡിൽ നിലനിൽപ്പില്ലാത്തൊരവസ്ഥയാണ്. അതൊരു സഭയിൽ ഒരു പാസ്റ്റർക്കപ്പുറത്ത് ഒരു സുവിശേഷകൻ എന്നുള്ള റോള് ആരും അംഗീകരിക്കാറില്ല. അതുപോലെ തന്നെ ഉപദേഷ്ടാവായിട്ടൊരാളെ വെക്കുക എന്ന് പറഞ്ഞാൽ അതും ഇഷ്ടമല്ല. ശരിക്കും സഭയ്ക്കകത്ത് തന്നെ ദൈവം ഇത് ഒരുക്കിയിട്ടുണ്ടാവും, പക്ഷെ അവരെല്ലാം അവഗണിക്കപ്പെടുകയാണ്, എല്ലാ കൃപാവരങ്ങളും അവഗണിക്കപ്പെടുകയാണ്. ഇടയൻ എന്ന് പറയുന്ന ഒരൊറ്റ ആളിലേക്ക് ഇത് മുഴുവൻ സംഗ്രഹിച്ച് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടുണ്ടായ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ അത്ഭുതങ്ങൾ, അടയാളങ്ങളെല്ലാം ഏറ്റവും കുറഞ്ഞു വരുന്നൊരു സമയം കൂടെയാണിത്. യാതൊരുവിധ ഇപ്പം നമ്മൾ പറയുന്ന അന്യഭാഷ പറയുന്നതല്ലാതെ ഇതിനകത്തല്ലാതെ വേറെ ഒരു കൃപാവരും ഒരിടത്തും കാണാനില്ല, പ്രകടമല്ല. അവിടെ ഇവിടെയൊക്കെ നടക്കുന്നു എന്ന് ചിലർ പറയുന്നു എന്നുള്ളതല്ലാതെ. പ്രിയ സഹോദരങ്ങളെ, ഒരു സുവിശേഷകൻ നിങ്ങളുടെ സഭയിലുണ്ടെങ്കിൽ ഈ സുവിശേഷം പറയുന്നയാൾ വെളിയിൽ പോയി സുവിശേഷം പറയുമ്പോൾ, അതായത് സുവിശേഷം കേട്ടിട്ടില്ലാത്ത ആൾക്കാരുടെ അടുത്താണല്ലോ സുവിശേഷകൻ്റെ ശുശ്രൂഷ, സഭയ്ക്കകത്തല്ല. ഈ സുവിശേഷകൻ്റെ ശുശ്രൂഷ സഭയ്ക്ക് വെളിയിലാണ്. അവർ സുവിശേഷം പറയാനുള്ള വരമുള്ളവരാണ്. സുവിശേഷം പറയാനുള്ള ഒരു ദൈവികമായൊരു കഴിവ് ഉള്ളവരാണ്. അവർ പറയുമ്പം ചിലപ്പോൾ നിസ്സാര വാക്കായിരിക്കും, പക്ഷെ പെട്ടെന്ന് അത് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ കൃപാവരത്തോടെ ദൈവം അയക്കുന്ന ആൾക്കാരുണ്ട്, മിഷണറിമാർ, സുവിശേഷകർ. ഇവർ ചെല്ലുമ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. കാരണം ഈ രോഗശാന്തിയും ഭൂതങ്ങളെ ഓടിക്കുന്നതൊക്കെ സഭയ്ക്കകത്ത് നടക്കേണ്ട കാര്യങ്ങൾ പോലും അല്ല. ഭൂതങ്ങൾ സഭയ്ക്കകത്താണോ? വെളിയിലല്ലേ. അപ്പോൾ വെളിയിൽ പോകുമ്പോൾ സുവിശേഷം പറയാൻ ചെല്ലുമ്പോഴാണ് ഇതൊക്കെ നടക്കേണ്ടത്, രോഗസൗഖ്യം നടക്കേണ്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് രോഗം വന്ന് മരിച്ചാലും ജീവിച്ചാലും കർത്താവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. എന്നിട്ടൊരു അവിശ്വാസിയെ സംബന്ധിച്ച്, വിശ്വാസം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് രോഗം വരുമ്പോൾ ഒരു രോഗം മാറണം എന്നുള്ളതൊരാവശ്യമാണ്. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അത്ഭുതങ്ങൾ നടക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു കൃപാവരത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ആ കൃപാവരം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊരു സഭയ്ക്ക് കഴിയണം. ആ സഭ ആ ഒരു കൃപാവരത്താൽ നടത്തപ്പെടുന്നതായാൽ മാത്രമേ ദൈവം പണിയുന്ന ഒരു സഭയായിട്ട് അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഓർഗനൈസേഷൻ പണിയുന്ന സഭയോ ഒരു മനുഷ്യൻ്റെ വ്യക്തിപ്രഭാവത്തിന്മേൽ പണിയപ്പെടുന്ന സഭയോ ആണ്. ഇങ്ങനെയുള്ള സഭകൾ കർത്താവിൻ്റെ സഭ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അവിടെ തലയിൽ നിന്നല്ല പ്രാപിക്കുന്നത്, ഈ ട്രെയിനിങ്ങിൽ നിന്നാണ് പ്രാപിക്കുന്നത്. ഇതൊരു വലിയ വ്യത്യാസമാണ്. ഇന്ന് സഭകളിൽ ഉണർവുണ്ടാകണമെങ്കിൽ കൃപാവരങ്ങൾ, ശുശ്രൂഷാ വരങ്ങൾ തീർച്ചയായിട്ടും സഭയിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ആ ഒരു വ്യത്യാസം ഇന്നുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് കാണുന്ന ഈ കൃപാവരങ്ങൾ എന്നുള്ള പേരിൽ കാണുന്ന ക്രിസ്തുവിലേക്ക് നയിക്കാത്ത, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് നയിക്കാത്ത എല്ലാ ഉയർച്ചകളും ശരിക്കും ദൈവത്തിൻ്റെ സഭയെ തളർത്തിക്കളയാണ് ചെയ്യുന്നത്. ഈ മാനുഷികമായ മാനേജ്മെൻറ്റ് സഭകളിലേക്ക് വരുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രോബ്ലം, ഈ സഭയുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് സമാഹരണവും നിർമ്മാണവുമായിട്ട് മാറും. പണം സമാഹരിക്കുക, കെട്ടിടങ്ങൾ പണിയുക, എക്സ്പാൻഡ് ചെയ്യുക. ഇതാണ് സഭയുടെ ഉദ്ദേശം. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിനാൻഷ്യൽ ആൻഡ് അസറ്റ്, ഈ രണ്ട് കാര്യങ്ങളിൽ ഒരു വളർച്ച ഉണ്ടാകാൻ എല്ലാ സഭകളും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ വന്ന് കൂടുതൽ പണം ഉണ്ടായി, നല്ല കെട്ടിടങ്ങൾ പണിത്, നല്ല ഹാൾ പണിത്, അങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാടിലേക്കാണ് ഈ സഭ പോകുന്നത്. ആത്മാക്കളെ നേടുക, മിഷണറിമാരെ അയക്കുക, സുവിശേഷം പറയുക, പാവങ്ങളെ സംരക്ഷിക്കുക, സഭയിൽ ദരിദ്രരായവർക്ക് ആശ്വാസം നൽകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ അസ്തമിച്ചു പോയിട്ടുണ്ട്. അതിനും കാരണം ഈ കൃപാവരങ്ങൾ നമ്മൾ സഭയിൽ പ്രോത്സാഹിപ്പിക്കാത്തവരാണ്. സഹായം ചെയ്യാനുള്ള വരം, ഇപ്പോൾ ഒരാൾക്ക് സഹായം ചെയ്യാനുള്ള വരം ഉണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പം നമ്മുടെ സഭയിൽ സഹായം ചെയ്യാൻ വരമുള്ള ഒരാളുണ്ട്. ഇദ്ദേഹം പാവങ്ങളെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ആർദ്രതയാണ്. ഇദ്ദേഹം കൊണ്ടേ പണം കൊടുക്കുന്നു. പക്ഷേ അത് സഭയ്ക്ക് ഇഷ്ടമല്ല. കാരണം അങ്ങനെ പണം കൊടുത്താൽ ആ പണം എല്ലാം സഭയുടെ ഭണ്ഡാരത്തിലേക്ക് വരണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ പ്രോഫിറ്റ് ഇല്ലാത്ത പണികൾക്ക് അധികം പേർ ആരും മെനക്കെടാറില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം സഭ പവറില്ലാത്ത ഒരു സംഘമായിട്ട് മാറും. ദൈവത്തിൻ്റെ ശക്തിയില്ലാത്ത, മാനുഷിക ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ചില ആ സ്പിരിച്വൽ ലീഡേഴ്സിനെയൊക്കെ ഇലക്ഷൻ വഴി തിരഞ്ഞെടുക്കുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, അയാൾക്ക് ഭയങ്കര അഡ്മിനിസ്ട്രേഷൻ എബിലിറ്റിയാണ്. ആർക്ക് വേണം ഈ സാധനം? ഇത് മാനുഷികമാണ്. ദൈവികമായ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സഭയെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ ഡീക്കന്മാരാണ് ചെയ്യേണ്ടത്. ശരിക്കും അവർ ഡീക്കന്മാരാണ്, എൽഡേഴ്സ് പോലുമല്ല, ഡീക്കൻസ് ആണ് സഭയിലെ ഫിനാൻഷ്യൽ കാര്യങ്ങളും അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അപ്പോസ്തലന്മാരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് വലിയ ശുശ്രൂഷകളുള്ളവരെ അവർ വചനത്തിൻ്റെ ധ്യാനത്തിലും പ്രാർത്ഥനയിലും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരങ്ങളുടെ ശുശ്രൂഷയിലും മുഴുകിയിരിക്കുമ്പോൾ ഡീക്കൻസ്, അതായത് കണക്ക് നോക്കാനും കണക്ക് ഗവൺമെൻറ്റിന് കൊടുക്കാനും ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കാൻ, അതായത് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെൻഡിങ്, ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കാൻ ഇരിക്കുന്നത് ഡീക്കൻസാണ്. പക്ഷേ ഇന്നത്തെ സിസ്റ്റം അനുസരിച്ച് പണം ആര് കൈകാര്യം ചെയ്യുന്നു അയാളാണ് ലീഡർ. അതുകൊണ്ട് ഈ ഡീക്കൻ ആണ് ഇന്ന്
സഭകളെ ഭരിക്കുന്നത്. അതായത് സാമ്പത്തികമായ സമ്പത്തിനെ കൊണ്ടുവരുന്നവർ, അതിനെ വിതരണം ചെയ്യുന്നവർ, അവരാണ് ഇന്ന് സഭ ഭരിക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും ഇന്നത്തെ ഒരു പരാജയത്തിൻ്റെ കാരണം. പ്രിയ സഹോദരങ്ങളെ, ഒരു യഥാർത്ഥ ദൈവസഭ ഒരു ദേശത്തുണ്ടെങ്കിൽ, വളരെ വിരളമാണ്, ദേശത്തുണ്ടെങ്കിൽ അത് ആ ദേശത്തിനൊരു വെളിച്ചമായിട്ട് മാറും. അത് ഈ കൃപാവരങ്ങളിലൂടെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ സഭയുടെ 2 പ്രധാനപ്പെട്ട ശുശ്രൂഷകളെക്കുറിച്ചാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അത് ഒന്ന് സ്നാനവും മറ്റൊന്ന് അപ്പം നുറുക്കലുമാണ്. സ്നാനത്തെക്കുറിച്ച് പല ആളുകൾക്ക് സംശയമുണ്ട്. ഈ കേൾക്കുന്ന പല ആൾക്കാരും സ്നാനപ്പെടണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ചില ആളുകൾ സ്നാനം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിക്കാണുമായിരിക്കും. ഇവിടെ 1-2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടതായിട്ടുണ്ട് വേദപുസ്തകമായിട്ടനുബന്ധിച്ച്. ഒരു മനുഷ്യൻ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ, ആത്മാവ് അവൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ, വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ, ഈ വീണ്ടും ജനനം ആത്മാവ് അവനിൽ സംഭവിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ എത്ര നേരത്തെ എന്ത് ചെയ്യണം? സ്നാനപ്പെടണോ വീണ്ടും, അതോ ഈ വീണ്ടും ജനനം മാത്രം മതിയോ സ്വർഗത്തിൽ പോകാൻ? അതോ ഇതിലൂടെ സ്നാനവും കൂടെ ആവശ്യമുണ്ടോ? ലോകത്തിലെ എല്ലാ പൗരോഹിത്യ സഭകളും വിശ്വസിക്കുന്നത് സ്നാനം രക്ഷയ്ക്ക് ആവശ്യമാണെന്നാണ്. അതുകൊണ്ടാണ് അവർ വളരെ ചെറുപ്പത്തിലെ വെള്ളം തളിക്കുന്നത്. കാരണം ആ ഉണ്ടായി വീണ് അപ്പോൾ തന്നെ വെള്ളം തളിക്കുന്നതിൻ്റെ, അതായത് ഉടനെ തന്നെ വെള്ളം തളിച്ച് അവരെ മാമോദിസ മാമോദിസ നടത്തി എന്ന് പറയുന്നത് ശരിക്കും സ്നാനം രക്ഷയ്ക്ക് അത്യാവശ്യമാണെന്നവർ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഈ കുഞ്ഞുങ്ങളെങ്ങാനും മരിച്ചു പോയാൽ, അന്നൊക്കെ ഒത്തിരി രോഗങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യുന്നൊരു കാലത്ത് ഈ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് മരിച്ചു പോയാൽ അവരുടെ അവസ്ഥ എന്താകും എന്ന് ചിന്തിച്ചിട്ടാണ് അവർ വളരെ ചെറുപ്പത്തിൽ ഈ വെള്ളം തളിക്കുന്ന മാമോദിസ എന്ന് പറഞ്ഞ പേരുള്ള ആ പരിപാടി തുടങ്ങിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയ്ക്ക് ആ കർമ്മം മതി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് മാമോദിസ വെള്ളം വീണ ഒരു കുട്ടി നരകത്തിൽ പോവുകയില്ല എന്നൊരു വിശ്വാസം ഈ പട്ടത്ത സഭകളിലുണ്ട്. പ്രിയ സഹോദരങ്ങളെ, വേദപുസ്തകം വളരെ കൃത്യമായിട്ട് പറയുന്നു, കൃപയാൽ വിശ്വാസത്താലല്ലാതെ ആർക്കും രക്ഷിക്കപ്പെടാൻ സാധിക്കുകയില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല. വിശ്വാസം കൂടാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കർത്താവിൻ്റെ മുമ്പിൽ നിഷ്ഫലമാണ്. വിശ്വാസത്താൽ മാത്രമേ ദൈവം പ്രസാദിക്കുന്നുള്ളൂ. അതുകൊണ്ടൊരു കൊച്ചു വെള്ളം തളിച്ചില്ലയോ എന്നുള്ളത് ദൈവത്തെ സംബന്ധിച്ച് അപ്രസക്തമാണ്. കാരണം പുതിയ നിയമത്തിൽ യാതൊരുവിധ കർമ്മങ്ങൾക്കും ഒരു പ്രസക്തിയുമില്ല. അപ്പോൾ ന്യായമായ ഒരു സംശയം ഉണ്ടാകുന്നത്, ഈ വെള്ളം തളിച്ചില്ല, ഈ മാമോദിസയുടെ കടന്നു പോയില്ല, ഒരു അച്ഛൻ പിടിച്ച അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ വെള്ളം തളിച്ചില്ലെങ്കിൽ ഈ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? ഒന്നും സംഭവിക്കാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വിധികളെ ആർക്കും മാറ്റാൻ സാധിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ഒരു കുഞ്ഞിന് രക്ഷിക്കപ്പെട്ടോ അവൻ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ തീരുമാനിക്കുന്നത് അവൻ്റെ മുകളിൽ ആരെങ്കിലും വെള്ളം തളിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. ഒരു കുഞ്ഞ് സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷെ നമ്മൾ നല്ലത് ഹോപ്പ് ചെയ്യുന്നു. കാരണം പ്രത്യേകിച്ച് ആ കുഞ്ഞിൻ്റെ മേലെ ന്യായപ്രമാണം ചുമത്തപ്പെടുന്നില്ല, മനസാക്ഷി ചുമത്തപ്പെടുന്നില്ലാത്തതുകൊണ്ട് അത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മൾ വിടുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല, വെള്ളം തളിച്ചാലും ഇല്ലെങ്കിലും. കാരണം ഈ വെള്ളം തളിച്ച ശേഷം അദ്ദേഹത്തിന് ഒരു മാറ്റവും വരുന്നില്ല, ഈ കുഞ്ഞിന് യാതൊരുവിധ മാറ്റവും വരുന്നില്ല. അത് ചുമ്മാ കിടന്ന് കരയാണ്, ഒബ്ജക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം തലയിൽ വീണ് ഒരു കുഞ്ഞിനും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യാതൊരുവിധ ദൈവിക കാര്യങ്ങളും നടക്കുന്നില്ല. അതൊരു ചടങ്ങായിട്ട് മനുഷ്യൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചില ആൾക്കാർക്ക് വെളിയിലോട്ട് പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ ഒരു ആശ്വാസമാണ്. പക്ഷേ അതുപോലെ ഇതൊരു ആശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം തീർച്ചയായിട്ടും നമ്മളെ പരിപാലിക്കുന്നുണ്ട്, നമ്മൾ നടത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ വിധികളെ മാറ്റാൻ ആർക്കും സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളെ വെള്ളം തളിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു നിഷ്ഫലമായൊരു പ്രവൃത്തിയായിട്ട് വേണം നമ്മൾ കാണുവാൻ. അപ്പോൾ സ്നാനം വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഉത്തരം എന്തായാലും ശിശു സ്നാനം കൊണ്ട് യാതൊരു പ്രസക്തിയും ഇല്ല എന്നുള്ളതാണ്. പല ആളുകൾ ഇതിനെ പഴയ നിയമത്തിലെ പരിച്ഛേദനയുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ഒരു ആക്ഷരിക പ്രമാണമായിരുന്നു അത്, ഒരിക്കലും ആത്മീക പ്രമാണം എന്ന രീതിയിൽ പഴയ നിയമത്തിലെ ഉടമ്പടി നമുക്ക് കാണാൻ സാധിക്കില്ല. ആത്മീകമായ ഒരു വശം അതിനുണ്ട്, ആത്മീകമായ ഒരു മറന്നും അതിൽ മറിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പുറമേ ഉള്ള ഭാഗം, അതായത് സർക്കംസിഷൻ എന്ന് പറയുന്നൊരു പുറമേ ഉള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ബ്ലെസ്സിങ്സ് എല്ലാം പഴയ നിയമത്തിലെ കവനൻ്റൽ ബ്ലെസ്സിങ്സ് എല്ലാം പുറമേ ഉള്ള കാര്യങ്ങളാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ എല്ലാം ആന്തരികമാണ്. ആ ആന്തരികമായ പ്രക്രിയ നടക്കാതെ വെള്ളം തളിക്കുന്നതുകൊണ്ട് കാര്യമില്ല. അതേസമയത്ത് ആന്തരികമായൊരു പ്രക്രിയ കുഞ്ഞിൽ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു സ്നാനത്തിൻ്റെ പ്രസക്തിയുണ്ട്. പക്ഷേ ആ ഒരു പ്രായത്തിൽ ആന്തരികമായൊരു പരിച്ഛേദന, അല്ലെങ്കിൽ ബാഹ്യ മനുഷ്യൻ്റെ പരിച്ഛേദന, അല്ലെ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഇൻസൈറ്റ് ആ കുഞ്ഞിനുണ്ടാവുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് പറയാവുന്നൊരു കാര്യം,
ശിശുസ്നാനം എന്ന് പറയുന്നതുകൊണ്ട് അവിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് ആ കുഞ്ഞിനെ സംബന്ധിച്ച്. ആരെങ്കിലും ഒരാൾ വിശ്വാസം ഏറ്റു പറഞ്ഞെന്നുള്ളതുകൊണ്ട് എങ്ങനെയാണ് അത് കുഞ്ഞിൻ്റെ വിശ്വാസമാകുന്നത്? സോ ഇറ്റ്സ് ആൻ ഇറലവൻറ്റ് തിങ്, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലാത്ത ഒരു കാര്യമാണ്. അതിനകത്ത് ഒരു സംശയമില്ല. കാരണം അത് തന്നെയല്ല, ഒരു നിർബന്ധിത മതപരിവർത്തനത്തിലോട്ട് വരുന്നൊരു കേസും കൂടിയാണത്. ഒരു കുഞ്ഞുണ്ടായി വീഴുന്ന ഉടനെ തലയിൽ വെള്ളം തെളിച്ച് ക്രിസ്ത്യാനിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് എമൗണ്ട്സ് ടു ഫോഴ്സ്ഫുൾ കൺവേർഷൻ. ആ കുഞ്ഞ് ചിലപ്പോൾ നിരീശ്വരവാദിയായിട്ടായിരിക്കും വളരുന്നത്. അപ്പോൾ ഇതൊരു ആ കുഞ്ഞിനെ ക്രിസ്ത്യാനിയാക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്ന പോലെയുള്ള ഒരു കാര്യമാണ്. ബൈബിളിൽ ഒരിടത്തും ഒരു ഫോഴ്സും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി വേറൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ പലപ്പോഴും മർത്തോമയിലും CSIയിലും നിന്നൊക്കെ രക്ഷിക്കപ്പെട്ടു വരുന്ന ആൾക്കാർ ശിശുസ്നാനം അപ്രസക്തമാണെന്ന് പറയുമ്പോഴും അവർ പലപ്പോഴും എത്തിച്ചേരുന്നൊരു പൊസിഷൻ, സ്നാനം തന്നെ ആവശ്യമില്ല എന്നൊരു പൊസിഷനിലേക്ക് അവർ എത്തിച്ചേരാറുണ്ട്. അത് രണ്ട് കാരണങ്ങളാണ്. ഒന്നുകിൽ അവർ പറയും ഞങ്ങൾ ചെറുപ്പത്തിൽ സ്നാനപ്പെട്ടതല്ലേ, ഇനി എന്തിനാണ് സ്നാനപ്പെടുന്നൊരു ചോദ്യം ചോദിക്കും. അതല്ല എങ്കിൽ അവർ പറയുന്നത് രക്ഷിക്കപ്പെടുന്ന സ്നാനത്താലല്ലോ, കൃപയാൽ വിശ്വാസത്താലല്ലേ. അപ്പം നമുക്ക് ആന്തരികമായ സ്നാനമാണ് പ്രധാനം. പഴയ മനുഷ്യൻ തീർന്നല്ലോ, പിന്നെ എന്തിനാണ് സ്നാനപ്പെടുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആൾക്കാർ ചോദിച്ചിട്ട് വീണ്ടും ജനന അനുഭവം ഉണ്ടെങ്കിലും ഒരു മുഴുകൽ സ്നാനത്തിലേക്ക് പോകാൻ പറ്റാതെ ആളുകൾ അനേകർ നിൽപ്പുണ്ട്. പക്ഷെ ഞാൻ സംശയിക്കുന്നത് ഇതിൽ പലരുടെയും പ്രധാന മോട്ടിവേഷൻ ഈ പട്ടത്വ സഭകൾ, പൗരോഹിത്യ സഭകൾ മുതിർന്നവരുടെ സ്നാനം അല്ലെങ്കിൽ വിശ്വാസ സ്നാനം, ജ്ഞാനസ്നാനം അംഗീകരിക്കാത്തത് കൊണ്ട് അത് ചെയ്താൽ ഈ സഭകളിൽ നിന്ന് അവഗണന നേരിടേണ്ടി വരും, പുറത്താക്കപ്പെടേണ്ടി വരും, അല്ല ഒരു പെന്തക്കോസുകാരായി പോയി എന്ന് നാട്ടുകാർ പറയും. ഇങ്ങനെയുള്ള പലവിധ കൺസേൺസ്, പിള്ളേരുടെ കല്യാണം എങ്ങനെ നടക്കും, ഇങ്ങനെയുള്ള പലവിധ കൺസേൺസ് കാരണമാണ് ഇവർ സ്നാനപ്പെടാതെ മാറി നിൽക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനയാണെന്ന് അറിഞ്ഞാൽ പോലും മനുഷ്യരെ ഭയപ്പെട്ടും മനുഷ്യരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടും സ്നാനത്തിലേക്ക് പ്രവേശിക്കാതെ അനേകം ആളുകളുണ്ട്. അപ്പോൾ സ്നാനം എന്ന് പറയുന്നതിനകത്ത് ഈ ഒരു പലതരം ഒബ്ജക്ഷൻസ് കാരണം ആളുകൾ ഇങ്ങനെ മാറി നിൽക്കുന്നത് കാണപ്പെടാറുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സ്നാനം എന്നൊരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ രക്ഷയ്ക്ക് ഇത് എസെൻഷ്യലാണോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷയുടെ ഭാഗമാണ് സ്നാനം എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. പക്ഷേ സ്നാനം എന്ന കർമ്മമല്ല നമ്മളെ രക്ഷിക്കുന്നത്. അത് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം ക്രൂശിലെ കള്ളൻ്റെ കഥ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹി ഡിഡ് നോട്ട് ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് ബാപ്റ്റിസം. പക്ഷേ എന്തും ചെയ്യാൻ അവൻ തയ്യാറാകുമായിരുന്നു. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാനത്തെ അവൻ ഒരിക്കലും നിഷേധിക്കില്ലായിരുന്നു. ഇപ്പോൾ കർത്താവ് പറയാണ് നീ പോയി സ്നാനപ്പെട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും നിഷേധിക്കത്തില്ല. കാരണം അത് തീർച്ചയായിട്ടും അനുസരിക്കുമായിരുന്നു. അപ്പോൾ ഈ ക്രൂശിലെ കള്ളൻ്റെ കഥ പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, പ്രിയ സഹോദരനെ നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്, നിങ്ങൾക്ക് സ്നാനപ്പെടാൻ ഒരു അവസരം കിട്ടിയില്ല, അല്ലെങ്കിൽ അവിടെ എത്തുന്നതിന് മുമ്പ് മരിച്ചുപോയി, കർത്താവ് വന്നു, നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നത്. അതായത് അബ്രഹാം ഇസ്ഹാക്കിനെ നേരെ കൊല്ലാൻ വേണ്ടി വാളോങ്ങുമ്പോൾ, കത്തി വീശുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അതിനെ യാഗമായി തന്നെയാണ് കർത്താവ് അംഗീകരിക്കുന്നത്. അപ്പം വിസിബിളി നിങ്ങൾ സ്നാനപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാളും സ്നാനപ്പെടാനുള്ള ആ ഒരു മൈൻഡുണ്ട്, യാഗമർപ്പിക്കുന്ന മൈൻഡ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നമ്മളെ രക്ഷിക്കുന്നത് വെള്ളമല്ല, ശരിക്കും നമ്മളെ രക്ഷിക്കുന്ന കർത്താവിൻ്റെ ക്രൂശാണ്. പക്ഷേ ആ ക്രൂശിലെ മരണത്തോട് ഏകീഭവിക്കുന്ന ഏതൊരു മനുഷ്യനും സ്നാനത്തിലൂടെ നടക്കാൻ നിർബന്ധിതനാണ്. കാരണം അവൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയ ആരംഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തോടുള്ള ഐഡൻറ്റിഫിക്കേഷനോട് കൂടിയാണ്. പലപ്പോഴും സ്നാനപ്പെടാത്തവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, അവരുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിൻ്റെ വിശുദ്ധീകരണത്തിലേക്ക് പോകാൻ അനേകം ആളുകൾക്കും ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു വിക്ടറി ഇല്ലായ്മ അനുഭവപ്പെടുന്ന അനേക ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ബാപ്റ്റിസം ശരിക്കും പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നതനുസരിച്ച് ദൈവത്തോട് ക്രിസ്തുവിൻ്റെ മനസാക്ഷി ലഭിക്കുന്നതിന് വേണ്ടിയുള്ളൊരു അപേക്ഷയായിട്ട് കഴിക്കുന്നു എന്നാണ്. ആ മനസാക്ഷിക്ക് വേണ്ടി, നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ് ആ ആളെ ശരിക്കും വിശദീകരിക്കുന്നത്. അപ്പോൾ ദൈവം എന്നെ നീതിമാനെന്ന് പറയുകയും നീതിമാനെന്ന് തീരുമാനിക്കുകയും ചെയ്താലും എനിക്ക് ആ നീതി അനുഭവിക്കണമെങ്കിൽ, ഞാൻ മരിച്ചു ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള ഒരു നീതിയിലേക്ക് ഞാൻ പോകണമെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സ്നാനത്തെ അവഗണിക്കുന്ന ഒരാൾ വീണ്ടും ജനനം അനുഭവിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്നുള്ള ആ വസ്തുതയിലേക്ക് എത്തുവാൻ അവർക്ക് കഴിയുന്നില്ല. പല ആൾക്കാർ അജ്ഞത നിമിത്തം നമ്മുടെ പൂർവ്വകാലത്ത് പല ആൾക്കാരും എടുക്കാതിരുന്നിട്ടുണ്ടായിരിക്കാം. ദൈവം അവരോട് എങ്ങനെ വ്യവഹരിക്കുന്നു എന്നുള്ളത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ വേദപുസ്തകത്തിൻ്റെ റെവലേഷൻ അനുസരിച്ച് ഒരാൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ ആ ക്രിസ്തുവിൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിന് വേണ്ടി വിശ്വാസത്തിൻ്റെ അടയാളമായി കൺഫസ് ചെയ്തുകൊണ്ട് ഷണ്ണനോട് പറഞ്ഞതുപോലെ, ഫിലിപ്പോസ് പറഞ്ഞ പോലെ നീ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിലാകാം എന്ന് പറഞ്ഞതുപോലെ ആ സ്നാനം എന്ന പ്രക്രിയയിലേക്ക് നടക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ സ്നാനം അനാവശ്യമാണെന്നോ വേണ്ടാത്തതാണെന്നോ പറഞ്ഞാൽ അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ബൈബിളിൽ അത് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്,
ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നത് സ്നാനം കഴിപ്പിച്ചിട്ടാണ്. ഈ സ്നാനം ഒരു കാരണത്താലും നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. അത് പ്രോപ്പർ മോഡിൽ വെള്ളത്തിലിറങ്ങി തന്നെ ഒരു സഭയ്ക്ക് കീഴടങ്ങി, സഭയിലെ ശുശ്രൂഷകർക്ക് കീഴടങ്ങി, കർത്താവിന് കീഴടങ്ങി ആ ഒരു സഭയുടെ ഭാഗമായി മാറുവാൻ ഈ സ്നാനം ഒരാളെ സഹായിക്കും. അതുകൊണ്ട് ഇതല്ലാതെ വേറൊരു വഴിയുമില്ല. നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഈ സ്നാനം എന്ന പ്രക്രിയയിലൂടെ നിങ്ങൾ കടന്നു പോകണം. അവിടെയാണ് കർത്താവിൻ്റെ മരണവുമായിട്ടുള്ള ഒരു താതാത്മ്യം നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അത് ദൈവത്തോടുള്ള അനുസരണമാണ്, രക്ഷയുടെ ഭാഗമാണ്, വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ പല ആൾക്കാർ സ്നാനപ്പെടേണ്ട ഒരു ഒബ്ജക്ഷൻ, എവിടെ പോയി സ്നാനപ്പെടും? എല്ലായിടത്തും വഴക്കും അടിയും ബഹളവും ആണ്. ഏത് സഭയിൽ ചെന്നാലും കർത്താവിനെ കുറിച്ചൊന്നും കേൾക്കാനില്ല. അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾക്ക് ദൈവം, കർത്താവിൻ്റെ സഭയെ ദൈവം കാണിച്ചു തരും. ധൈര്യമായിട്ട് ചെല്ലുക, ഉപദേശപരമായിട്ട് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കുടുക്കിനകത്ത് നിങ്ങൾ പെടും. അതുകൊണ്ട് ഉപദേശപരമായി കൃത്യമെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് ബോധ്യമുള്ള സഭയിലേക്ക് ചെല്ലുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ മഹത്വമേറിയ വേലയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ സഭയെയും കൃപാവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പണിയുകയും ശുശ്രൂഷകളോട് നടത്തുകയും ക്രിസ്തുവിലേക്ക് വളർത്തുകയും ചെയ്യുന്ന അവിടുത്തെ കരുണയ്ക്കായി നന്ദി പറയുന്നു. അങ്ങയുടെ യഥാർത്ഥ സഭയിലേക്ക് സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന സഭകളിലേക്ക് ഞങ്ങൾ എത്തിക്കണമേ കർത്താവെ. ഞങ്ങളെല്ലാവരും ദൈവമേ ആ സഭ ഇല്ലാതായി പോകാതെ, ഒറ്റയ്ക്കായി പോകാതെ അങ്ങയുടെ കൂട്ടായ്മയുടെ ബെനിഫിറ്റ്സ് അനുഭവിക്കുവാൻ ഈ വചനം പറയുന്ന എല്ലാവരെയും ദൈവം സഹായിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.